തക്കാളി സഹോദരനും സഹിക്കാനാവാത്ത വയറുവേദനയും. ഒരു മനോഹരമായ തോട്ടത്തിൽ തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു തക്കാളി സഹോദരൻ ജീവിച്ചിരുന്നു. കാണാൻ വളരെ സുന്ദരനും മിനുക്കമുള്ളവനുമായിരുന്നു അവൻ. എന്നാൽ അവനൊരു മോശം ശീലമുണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആലോചിക്കാതെ തന്നെ അത് കഴിച്ചുകളയും. എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം വൈകുന്നേരം ഒരു ചെറിയ കുട്ടി തോട്ടത്തിൽ വന്നു. അവനൊരു പാക്കറ്റ് കാരം നിറഞ്ഞ ചിപ്സ് അവിടെ വെച്ചുപോയി. മറ്റു പച്ചക്കറികൾ പറഞ്ഞു, ഇത് കഴിക്കരുത്, ഇത് നിനക്ക് നല്ലതല്ല. പക്ഷേ തക്കാളി സഹോദരൻ അവരുടെ വാക്കുകൾ കേട്ടില്ല. ഞാൻ ഇതിനകം തന്നെ ചുവപ്പാണ്, എനിക്ക് കാരം വളരെ ഇഷ്ടമാണ് എന്നു പറഞ്ഞ് അവൻ ആ കാരം നിറഞ്ഞ ചിപ്സ് മുഴുവൻ കഴിച്ചു. വേദനയുടെ തുടക്കം. അടുത്ത ദിവസം രാവിലെ തക്കാളി സഹോദരന് ഇളക്കാൻ പോലും കഴിഞ്ഞില്ല. അവന്റെ വട്ടമായ വയർ കത്തുന്നതുപോലെ വേദനിക്കാൻ തുടങ്ങി. അയ്യോ, എന്റെ വയറ് വേദനിക്കുന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നവൻ വിളിച്ചു കരഞ്ഞു. അവന്റെ നിറം ചുവപ്പിൽ നിന്ന് നീലച്ചുവപ്പായി മാറാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കേട്ട് തോട്ടത്തിലെ ഡോക്ടറായ മുരിങ്ങക്കായ് താത്ത അവിടെയെത്തി. താത്ത നൽകിയ ചികിത്സ. മുരിങ്ങക്കായ് താത്ത ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തക്കാളി മകനെ, നീയൊരു പഴം പോലെയുള്ള പച്ചക്കറിയാണ്. നിനക്ക് തണുപ്പുള്ള ഭക്ഷണങ്ങളാണ് അനുയോജ്യം. അപ്പോൾ നീ എന്തിനീ കാരം നിറഞ്ഞ ചിപ്സ് കഴിച്ചു? അദ്ദേഹം ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്ന പുതിനയിലകളും തണുത്ത മഞ്ഞുതുള്ളികളും നൽകി. പുതിനയുടെ നീർ വയറിലെ കത്തുന്ന വേദന ശമിപ്പിച്ചു. മഞ്ഞുതുള്ളികൾ ശരീരത്തിനുള്ളിലെ ചൂട് കുറച്ചു. കുറച്ചു സമയത്തിനകം വേദന കുറഞ്ഞു. പാഠം: തക്കാളി സഹോദരൻ പതുക്കെ ചിരിച്ചു. ഇനി മുതൽ ആരെങ്കിലും കൊടുക്കുന്ന എല്ലാം ഞാൻ കഴിക്കില്ല. എനിക്ക് അനുയോജ്യമായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ എന്നവൻ വാഗ്ദാനം ചെയ്തു. അന്നു മുതൽ തക്കാളി സഹോദരൻ തന്റെ മോശം ശീലം മാറ്റി. പാഠം: നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രമേ നാം കഴിക്കാവൂ.